മോദിജിയുടെ അമ്മ മരിച്ച ദിവസം പോലും അമ്മയുടെ ഫ്യൂണറൽ കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് അതിന് ശേഷവും ജോലിക്കാര്യം, അതായത് വീഡിയോ കോൺഫറൻസ് നടത്തിയ ഒരാളാണ്. ഇന്ന് വരെ ഒരു ലീവ് പോലും എടുക്കാത്ത ആളാണ്. കൃത്യം 9:15 ഓഫീസിലെത്തി ജോലി ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ കേരളത്തിൽ എത്ര രാഷ്ട്രീയക്കാർ അങ്ങനെയുണ്ട്? ആദ്യം തന്നെ ഞാൻ കുട്ടിയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതവിടെ നിൽക്കട്ടെ. മോദിജിയുടെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് മോദിജി തിരിഞ്ഞു പോലും നോക്കിയില്ലെന്നാണ് ജനങ്ങൾ പറയുന്നത്. പിന്നെയല്ല മരിച്ചതിന് ശേഷമുള്ള കഥകൾ. അതും അവിടെ നിൽക്കട്ടെ. കുട്ടിക്ക് ചെറിയ പ്രായമാണല്ലോ, അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു നിലവാരം കുട്ടിയുടെ വാക്കുകളിൽ നിന്നോ ബോഡി ലാംഗ്വേജിൽ നിന്നോ ഒന്നും പ്രതിഫലിച്ച് കാണുന്നില്ല? ഇതൊരുമാതിരി വീട്ടിൽ നിന്ന് ഗുളിക കഴിക്കാൻ മറന്നിട്ട് വന്ന പോലെയുള്ള സംസാര ശൈലിയും ആക്ഷനുമാണ് കുട്ടിയുടെ. ഈ മോദിജിയെ കുറെ പൊക്കി പറഞ്ഞുകൊണ്ടോ മോദിജി രാജാവാണെന്ന് പറഞ്ഞുകൊണ്ടോ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നും കുട്ടിക്ക് വോട്ട് കിട്ടണമെന്നില്ല. കുറച്ച് സംഖ്യകളുടെ വോട്ട് കിട്ടിയതൊക്കെ വരും. പക്ഷെ കുട്ടിക്ക് ജയിക്കാൻ സംഖ്യകളുടെ വോട്ട് മാത്രം പോരാ. കുട്ടിയുടെ മണ്ഡലത്തിൽ അവിടെ നിഷ്പക്ഷമായി നിൽക്കുന്ന കുറച്ച് ജനങ്ങളുണ്ട്. അവരുടെ വോട്ടിനാണ് പ്രാധാന്യം, അതാണ് കിട്ടേണ്ടത്. ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ടാക്കണം. ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് പറയണം, ആ നാടിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പറയണം, ആ നാട്ടിൽ കൊണ്ടുവരാൻ പോകുന്ന വികസനത്തിനെ കുറിച്ച് പറയണം. അല്ലാതെ മോദിയെ സോപ്പിട്ട് പതപ്പിച്ചുകൊണ്ട് കാര്യമില്ല. ഒന്നാമത് മോദിയെ കേരളത്തിലെ 90% ജനങ്ങൾക്ക് മോദിജിയെ താല്പര്യമല്ല, ഇഷ്ടമല്ല. ആ സ്ഥാനത്താണ് മോദി വലിയൊരു സംഭവമാണെന്ന് കുട്ടി പറയുമ്പോൾ എങ്ങനെയൊക്കെ കൂട്ടിക്കിഴിച്ച് നോക്കിയാലും കുട്ടി പൊട്ടും. അതും 8 നില പൊട്ടും.